Good morning. Okay, ഇന്ന് കുട്ടികൾ കുറവാണല്ലോ. 9 പേരാണ് ഇവിടെ ജോയിൻ ചെയ്തേക്കുന്നേ. ഓക്കെ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ അല്ലെ. വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഒരു വലിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയില്ലേ? ചാപ്റ്റർ നോക്കിയില്ലായിരുന്നോ? ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? എന്താണ് നമ്മൾ HRM? അതിനെ ഷോർട്ട് ചെയ്ത് HRM എന്ന് പറയാം കേട്ടോ. അതിന്റെ ഫുൾ ഫോം ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവങ്ങൾ അല്ലെ, അതിന്റെ കൈകാര്യങ്ങള്, ഹ്യൂമൻസിനെ കൈകാര്യം ചെയ്യുക, എംപ്ലോയീസിനെ കൈകാര്യം ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ, അതിന്റെ ഗോൾസ് നേടുന്നതിനും സഹായിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, HRM എന്ന് പറയുന്നത് അല്ലെ. അതായത് എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യാണ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സിനെ കൈകാര്യം ചെയ്യാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ അതിനകത്ത് ആദ്യത്തെ 3 പാരഗ്രാഫ് പറഞ്ഞായിരുന്നു അല്ലെ. അതിനകത്ത് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു 4 type of resources in our organization. ഏതൊക്കെയായിരുന്നു? ഒരു ഓർഗനൈസേഷനിലെ 4 തരത്തിലുള്ള റിസോഴ്സുകൾ, വിഭവങ്ങള് ഏതൊക്കെയാ? മണി, സെക്കൻഡ് മെറ്റീരിയൽ, മൂന്നാമത്തെ മിഷനറി അല്ലെ, അതൊരു ഫിക്സ്ഡ് അസറ്റ് ആണ്, ഒരു ഓർഗനൈസേഷനിലെ ഒരു സ്ഥിര ആസ്തിയാണ് അല്ലെ മിഷനറി. മെൻ, അടുത്തതാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മെൻ, അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് അല്ലെ, അടുത്ത വർക്ക് ഫോഴ്സ്. ഇങ്ങനെ 4 ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് അവിടെയുള്ള 4 തരത്തിലുള്ള റിസോഴ്സുകൾ എനിക്ക് അണ്ടർലൈൻ ചെയ്തില്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? മണി, മെറ്റീരിയൽ, മിഷനറി ആൻഡ് മെൻ. ഓക്കെ, നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് 3 പാരഗ്രാഫ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ് 4th പാരഗ്രാഫ് നോക്കാം കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് എടുത്തില്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയാ. Human resources or people at work are the major component of non-organization. ഒരു ഓർഗനൈസേഷനിലെ, ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ്, ഒരു ഘടകമാണ് ആര്? ഹ്യൂമൻ റിസോഴ്സസ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിലോ, നമ്മളുടെ കുറെ ആവശ്യമുണ്ട്. ഞാനൊരു വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി, അതിലേക്ക് കുറെ മിഷനറി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പക്ഷേ ആര് വേണം അവിടെ? അവിടുത്തെ പ്രോപ്പർ വർക്കിങ്ങിന് അല്ലെ, അല്ലെങ്കിൽ ആര് വേണം? ഹ്യൂമൻ റിസോഴ്സ് വേണം. മനുഷ്യരില്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒരു ഓർഗനൈസേഷന്റെ കമ്പോണൻസ്, ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് ഓർ പീപ്പിൾ അറ്റ് വർക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ്, It is this human resource which is the most important in the success of any organization, because most of the problem in organizational settings are human and social rather than physical, technical or economic. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഓർഗനൈസേഷന്റെ ഒരു വിജയത്തിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ്. അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ആളുകൾ ഇല്ലാതെ അല്ലെ, അവിടുത്തെ മാൻ പവർ ഇല്ലാതെ എന്താ പറയാ ഒരു ഓർഗനൈസേഷന് വിജയിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഇവിടെ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ക്ലാസ്സുകൾ നടക്കില്ല അല്ലെ. അപ്പൊ അതായത് ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിലും മാൻ പവർ എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഓർഗനൈസേഷന്റെ വിജയത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ്. സെക്കൻഡ് ലൈൻ അണ്ടർലൈൻ ചെയ്തതാട്ടോ. സെക്കൻഡ് സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്യാം. ബിക്കോസ്, എന്തുകൊണ്ടാ? മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലം ഇൻ ഓർഗനൈസേഷണൽ സെറ്റിംഗ്സ്, ഒരു ഓർഗനൈസേഷന്റെ ഒരു പരിസ്ഥിതിയിൽ അവിടെ ഉണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്ക് കാരണം ആരാണ്? ഹ്യൂമൻ ആൻഡ് സോഷ്യൽ. സാമൂഹ്യമായിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ ആയിട്ട് അവിടെ
അവിടെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അല്ലെ അവിടെ ഉണ്ടാകുന്ന ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു സക്സസിലെത്താൻ പറ്റില്ലെങ്കിൽ അവിടെ ആളുകളുടെ എന്താ വർക്കിന്റെ ഒരു അഭാവം മൂലമാണ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. മിക്ക ഓർഗനൈസേഷനിലും അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ സാമൂഹ്യമായിട്ടോ അല്ലെങ്കിൽ മനുഷ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതിനേക്കാളും rather than ഏതിനേക്കാളും. പേജ് നമ്പർ 1 കൃഷ്ണ എന്തോന്ന് ഇട്ട് കൊടുത്തേ. 12 കേട്ടാ. ഓക്കെ, 3rd ചാപ്റ്റർ ആണ് നമ്മുടെ 3rd മൊഡ്യൂളിലെ 3rd ചാപ്റ്റർ. ഓക്കെ 12 ഫസ്റ്റ്. ഓക്കെ കൃഷ്ണ എന്തോ താങ്ക് യു ഇട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആരേക്കാളാണ് ഫിസിക്കൽ ആയിട്ടുള്ളതിനേക്കാളും ശാരീരികമായിട്ടുള്ളതിനേക്കാളും ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ളതിനേക്കാളും എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കാൾ ഒരു ഓർഗനൈസേഷന്റെ സെറ്റിംഗ്സിൽ ഉണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും കാരണം ആര് തന്നെയാണ്? ഹ്യൂമൻ ആണ്. അവർക്കടെ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത ഇല്ലായ്മയോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ കൊണ്ടാണ് പല പ്രശ്നങ്ങളും കാരണമായിട്ടുള്ളത്. ഏതിനേക്കാളൊക്കെ സാമ്പത്തികമായിട്ട് ഇപ്പൊ പൈസയെ കൊണ്ട് വല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യാം. ടെക്നിക്കൽ ഇപ്പൊ ഒരു മെഷീൻസ് വല്ലത് കേടാവോ അല്ലെ അങ്ങനെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് നന്നാക്കി എടുക്കാം അല്ലെ. ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കാളും ഒക്കെ ഒരു ഓർഗനൈസേഷന്റെ സെറ്റിംഗ്സ് ഒരു ഓർഗനൈസേഷണൽ സെറ്റിംഗ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ഹ്യൂമൻ തന്നെയാണ്. ഹ്യൂമൻ ആൻഡ് സോഷ്യൽ. The individual who are at workplace show not only similar behavior pattern and characteristics to a certain degree, but they show us many difference in behavior. ശരിയല്ലേ? ഒരു വർക്ക് പ്ലേസിൽ ജോലി ചെയ്യുന്ന എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരേ ബിഹേവിയർ പാറ്റേൺ ആണോ അല്ലെങ്കിൽ ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാം. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത് നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഞങ്ങൾ 3 മിസ്സുമാരാണ് അല്ലെ. വന്ദന മിസ് ഉണ്ട്, ഭാവന മിസ് ഉണ്ട്, ഞാനും ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് നിങ്ങളുടെ ഈ ഒരു ബാച്ചിലേക്ക് ക്ലാസ്സിനെ ഞങ്ങളെയാണ് അലോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ 3 പേർക്കും ബിഹേവിയർ പാറ്റേൺ ഒരുപോലെയാണോ? അത് നിങ്ങൾക്ക് അറിയാം അല്ലെ? ആണോ? പലർക്കും പല ക്യാരക്ടർ ആയിരിക്കും. ഇപ്പൊ ക്ലാസ് എടുക്കുന്നതിലാണെങ്കിലും നമ്മൾ എന്താ പറയാ, ഇപ്പൊ എന്റെ ഒരു സ്റ്റൈൽ ആവണമെന്നില്ല വനിതാ മിസ്സിന്, ഞങ്ങളുടെ 2 പേർക്കുടെ ഒരു ഇതാവണമെന്നില്ല വന്ദന മിസ്സിന് അല്ലെ. അതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവരുടേതായ ഓരോ ബിഹേവിയറൽ പാറ്റേൺ ഉണ്ട്, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതായത് അവരെന്ത് കാണിക്കുന്നു? ആ ബിഹേവിയറില് അവരുടെ സ്വഭാവത്തില് അവര് പല വ്യത്യാസവും കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നണല്ലേ അല്ലേ? സംസാര രീതിയാണെങ്കിലും വ്യത്യാസമില്ലേ? 3 പേരും ഒരേപോലെയാണോ സംസാരിക്കുന്നേ? ബിഹേവിയറിലാണെങ്കിലും അല്ലെ, അത് നിങ്ങളറിയാം. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഇത്രയും കുട്ടികൾ കയറിയിട്ടുണ്ട് അല്ലെ, 18 കുട്ടികൾ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ 18 കുട്ടികൾക്കും പല ബിഹേവിയർ ആയിരിക്കും, 18 തരമായിരിക്കും സ്വഭാവ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ പല പല ബിഹേവിയർ ആണ് അവർക്കിടെ കാണിക്കുന്നത് അല്ലെ. Then each individual who work has its own sets of need. ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ നീഡ്സ് ആവശ്യങ്ങൾ ഉണ്ടാകാം ഇല്ലേ? ഗോൾസ് ലക്ഷ്യങ്ങൾ ഉണ്ടാകാം, ഡ്രൈവ്സ് അല്ലെ, അവർക്കിടേതായ ഒരു പ്രേരണ. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പ്രേരണ, ഒരു എന്തെങ്കിലും ഒരു പ്രേരണകൾ ഉണ്ടാകാം, ഒരു പല മോട്ടിവേഷൻസ് അങ്ങനെ ഉണ്ടാകാം അല്ലെ. അല്ലെ ഗോൾസ് ഉണ്ടാകാം, എക്സ്പീരിയൻസ് പല അനുഭവങ്ങൾ ഉണ്ടാകാം അല്ലെ. അപ്പൊ അങ്ങനെ പല രീതിയില് അവര് എങ്ങനെ വ്യത്യാസമുള്ളവരാണ്, ബിഹേവിയറില് വ്യത്യാസമുണ്ട്. പേജ് നമ്പർ 12 ആണ് കേട്ടോ അനീഷ. 3rd മൊഡ്യൂളിലെ 3rd ചാപ്റ്റർ. ഓക്കെ. Then each human being is a product of the biological inheritance as well as a result of interaction with this environment. കണ്ടോ? ഓരോ ഇൻഡിവിജ്വലിനും കണ്ടോ എന്ന് പറഞ്ഞേക്കുന്നേ, ഈച്ച് ഹ്യൂമൻ ബീയിങ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ്. ഓരോ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ഒരു ജൈവിക പാരമ്പര്യത്തിന്റെയും പരിസ്ഥിതിയുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, ഇൻഹെറിറ്റൻസ്, എന്താ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസിന്റെയും ഒരു പരിസ്ഥിതിയുമായിട്ടുള്ള ഇന്ററാക്ഷന്റെയും ഫലമാണ് ഓരോ ഇൻഡിവിജ്വൽ, ഓരോ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് അല്ലെ.
is a product of biological inheritance as well as a result of interaction with the environment. People come to the workplace. ഈ ആളുകൾ എന്തിനാണ് ആ ഒരു വർക്ക് പ്ലേസ്, ആ ഒരു ജോലി സ്ഥലത്തിലേക്ക് വരുന്നത്? with some specific motives, like പല കാരണങ്ങൾ കൊണ്ടാണ് അല്ലെ ഓരോ ആളുകളും ഒരു വർക്ക് പ്ലേസിലേക്ക് വരുന്നത്. എന്തൊക്കെയാണ്? to earn money. ഒന്നാമത്തെ കാര്യം എന്താ? എന്തിനു വേണ്ടിയാ? to earn money. പൈസ സമ്പാദിക്കുക. നിങ്ങളും ഒരു ജോലിയിലേക്ക് പോകുന്നത് എന്തിനാ? അല്ലെങ്കിൽ പലരും വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം. എന്തിനാ? വെറുതെ എന്റർടൈൻമെന്റിനോ അങ്ങനെയൊക്കെയാണോ നമ്മൾ പോകുന്നത്? to earn money. നമുക്ക് ഇന്നത്തെ കാലത്താൽ എപ്പോഴും അങ്ങനെ തന്നെ അല്ലെ. നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ചെലവുകളുണ്ട്, ഒരു കുടുംബം കൊണ്ടുപോകണമെങ്കിലൊക്കെ അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താ, നമുക്ക് പൈസ സമ്പാദിക്കുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് പൈസ വേണം. ആ പൈസക്ക് വേണ്ടി തന്നെയല്ലേ ഓൾമോസ്റ്റ് നമുക്ക് ഒരു സർവീസ് ആണെന്ന് പറയുമെങ്കിൽ പോലും നമുക്ക് പൈസ സമ്പാദിക്കുക. അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ എല്ലാവരും വർക്ക് പ്ലേസിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ജോലിക്കായിട്ട് പോകുന്നത് അല്ലേ? ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, മന്ത്ലി നമുക്ക് ഓരോ എമൗണ്ട് സാലറി ഇതുണ്ട്. നമുക്ക് ആ ഒരു സാലറിയും കൊണ്ടായിരിക്കും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നടത്തുന്നേ അല്ലെ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് ഇപ്പൊ എന്താ, രണ്ടുപേരും വർക്ക് ചെയ്താലും നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അല്ലെ. ഹസ്ബൻഡിനും വൈഫിന് ജോലി ഉണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റാത്തത്തോളം ചെലവുകളാണ്. നിങ്ങൾക്കറിയാലോ അല്ലെ. അപ്പൊ പൈസ തന്നെയാണ് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ. to earn money, മണി സമ്പാദിക്കുക. to get employment, നമുക്ക് എന്താണ്, ഒരു തൊഴിൽ നേടുക. അതൊരു വലിയ കാര്യമല്ലേ, നമുക്കൊരു ജോലി ഉണ്ടെന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഇപ്പൊ ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ് എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ഹൗസ് വൈഫാന്ന് പറഞ്ഞാൽ അവര് അത്രയും പറയും. എന്നാൽ നമ്മൾ എന്താ, എനിക്ക് ഇന്ന സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്യുക, ഇന്ന ഓഫീസിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്കൊരു നമ്മുടേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട് അല്ലെ, നമുക്കൊരു അന്തസ്സുണ്ട്. നമുക്ക് എന്താ പറയാ, നമുക്ക് ഇതായിട്ട് നിൽക്കാം. വീട്ടിൽ നിന്ന് നമ്മൾ എത്ര ജോലി ചെയ്താലും ആരും അതിനൊരു പ്രശംസയും തരാറില്ല അല്ലെ. ഹൗസ് വൈഫ് ഉള്ളവന്മാരൊക്കെ ഇല്ല ഇതിനകത്ത് അല്ലെ. നമ്മൾ നേരെ വെളുക്കുമ്പോ തുടങ്ങി വൈകുന്നേരം വരെ ജോലി ചെയ്താലും ഹസ്ബൻഡ് ഒരു നീ ഇവിടെ എന്തെടുക്കാന്ന് ചോദിക്കും. അങ്ങനെയല്ലേ ചോദിക്കാറില്ലേ സ്വാഭാവികമായിട്ടും. നമ്മൾ എടുക്കുന്ന പണി ജോലി ഇട്ട് കാണുവുമില്ല, നമുക്ക് ആരും ശമ്പളവും തരില്ല അല്ലേ. എന്നാ വേറൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര രൂപ നമുക്കൊരു സാലറി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. അങ്ങനെയില്ലേ? അതുകൊണ്ട് എല്ലാവരും ഈ കോഴ്സൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ജോലിക്കൊക്കെ പോണോട്ടാ. ഇനി നമ്മൾ വെറുതെ ഇരിക്കണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നടന്നു പോക്കോളും. നമുക്ക് സ്വന്തമായിട്ട് ഒരു കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ സമ്പാദിക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയല്ലേ. ഓക്കെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ ആവശ്യങ്ങൾക്കും ഹസ്ബൻഡിനോട് നമുക്ക് ചോദിക്കണോ? നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്കൊരു ഡ്രസ്സ് മേടിക്കണം, കുട്ടികൾക്ക് എന്തെങ്കിലും മേടിക്കണം, നിങ്ങൾക്ക് കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന് നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോകണം, അച്ഛനും അമ്മയ്ക്കും കുറച്ച് പൈസ കൊടുക്കണം, ഇതിനൊക്കെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യണോ? വേണ്ട. അപ്പൊ എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ. ക്ലാസ് ഒക്കെ ഇതൊക്കെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും നിങ്ങൾ വേഗം തന്നെ ഒരു ജോലിക്ക് കയറാൻ നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് രണ്ടാമത്തെ ഒരു കാര്യം? ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്, ലൈക്ക് നമുക്ക് തൊഴിൽ കിട്ടുക. പിന്നെ അടുത്ത ടു ഹാവ് എ ബെറ്റർ പ്രോസ്പെക്ട്സ് ഇൻ ഫ്യൂച്ചർ, ഭാവിയില് നമുക്ക് മികച്ച സാധ്യതകൾ നേടുക. അതായത് ഇനി ഫ്യൂച്ചറിൽ കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലും ആ ഒരു ഇതിലേക്കൊക്കെ. ഇപ്പൊ നമ്മൾ ആദ്യം ചിലപ്പോൾ ഒരു ചെറിയ ഓഫീസിലായിരിക്കും, അപ്പൊ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ചും കൂടി ഒരു വലിയൊരു ഓർഗനൈസേഷനിലേക്ക് പോകാൻ പറ്റും അല്ലെ. പിന്നെ അടുത്ത ടു ബി ട്രീറ്റഡ് ആസ് എ ഹ്യൂമൻ ബീങ് വൈൽ ദേ ആർ അറ്റ് ദ പ്ലേസ് ഓഫ് വർക്ക്. പിന്നെ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നമ്മളെ സാധാരണ ഒരു മനുഷ്യ ജീവിയായിട്ട് പരിഗണിക്കുക കേട്ടോ. ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ ഒരു ഹ്യൂമൻ ആയിട്ട് പരിഗണിക്കുക. അതും നമ്മള് എന്താ പറയാ, അതൊരു വലിയ കാര്യമല്ലേ. നമ്മളോടൊരു എന്താ പറയാ, ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാതെ ഒരു സാധാരണ ഒരു ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഒരു എല്ലാവരും ഒരു വർക്ക് പ്ലേസിലേക്ക് എത്തുന്നത് അല്ലെ. ഈ ഒരു കാര്യം കൊണ്ടൊക്കെയാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ടു ഏൺ മണി, to get employment, to have a better prospects in future, to treated as a human being while they are at a place of work. വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു വർക്ക് പ്ലേസിലേക്ക് പോകുന്നത്, ഒരു ജോലി സ്ഥലത്തിലേക്ക് പോകുന്നത്. ക്ലിയർ ആയോ?
ഇങ്ങനെ പാരഗ്രാഫ് ആയതുകൊണ്ടാണ് വേഗം വായിച്ച് പറയുന്നത്. ഓക്കെ, they sell their labor, reasonable wages or salary and other benefit. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? LABOUR. they sell their labor. അവരുടെ ലേബർ എന്താണ്? അധ്വാനം, അല്ലെ? എഫേർട്ട്, നമ്മുടെ ലേബർ അവര് വിൽക്കുക ചെയ്യുന്നത് എന്തിനു വേണ്ടി? ഫോർ റീസണബിൾ വേജസ് ഓർ സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. മറ്റുള്ള ബെനിഫിറ്റ്സിന് വേജസ്. എന്താ ഡിഫറൻസ്? വേജസും സാലറി എന്താ? വേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ദിവസക്കൂലിയോ അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ പൈസ കിട്ടുന്ന, അല്ലെ? ഇപ്പൊ ഡെയിലി ആയിട്ട് നമുക്ക് ഓരോ ദിവസം നമ്മളിപ്പോ ഇന്ന് നമ്മൾ ജോലിക്ക് പോയി അന്നൊരു പൈസ ഇത് കിട്ടും, അല്ലെ? കൂലിപ്പണിക്കാരൊക്കെ അന്നാണ് അവർക്ക് പൈസ കിട്ടുന്നത്, അല്ലെ? ഒരു ദിവസം പണിതയില്ല ഇത്ര രൂപ, അങ്ങനെയാണ്. സാലറി എന്ന് പറഞ്ഞാൽ എന്താ? മന്ത്ലി ആണ്, അല്ലെ? ഓരോ മാസവും ഇത്ര ഡേറ്റില്, ഫസ്റ്റ് 1-ാം തീയതി ആയിരിക്കാം, അല്ലെങ്കിൽ അവര് ചിലപ്പോ സാലറി ചിലപ്പോ ചില സ്ഥലത്തൊക്കെ കണക്ക് കൂട്ടുന്നത് നമ്മൾ ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ അടുത്ത ആ ഡേറ്റ് വരുമ്പോഴായിരിക്കും ഒരു മന്ത്, അല്ലെ? അങ്ങനെയായിരിക്കും സാലറി തരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ടി ഒരു വേജസ്, കൂലിക്ക് വേണ്ടി അല്ലെങ്കിൽ സാലറിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള ബെനിഫിറ്റ്സിനൊക്കെ വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മുടെ അധ്വാനം, നമ്മുടെ ലേബർ വിൽക്കുന്നു. ശരിയല്ലേ? ഇപ്പൊ ഞാനിവിടെ എന്റെ എഫേർട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്, അല്ലേ? നമ്മൾ വെറുതെ ഇവിടെ വന്നിരുന്ന ആരെങ്കിലും നമുക്ക് സാലറി തരുമോ? നമ്മളില് എന്നി നിശ്ചിതമായിട്ടുള്ള കാര്യം എന്താ? ചുമതല എന്താ? നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക, അല്ലെ? നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക എന്നുള്ളതാണ്. ആ ഒരു എഫേർട്ടിന് എനിക്ക് കിട്ടുന്ന ഒരു കൂലിയാണ് എനിക്കിവിടെ മന്ത്ലി സാലറി ആയിട്ട് കിട്ടുന്നത്, അല്ലേ? എനിക്കല്ലേ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ചിലർക്കൊക്കെ സാലറി ആയിട്ടായിരിക്കും കിട്ടുന്നത്, അല്ലെ? ചിലർക്ക് വേജസ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ആ ലേബറിന്, നമ്മുടെ അധ്വാനത്തിന് കിട്ടുന്ന ഒരു പ്രതിഫലമാണ് ശരിക്കും വേജസ് അല്ലെങ്കിൽ സാലറി അല്ലെ അതർ ബെനിഫിറ്റ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ ആ സാലറി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ ലേബർ, ആ അധ്വാനം വിൽക്കുന്നു. Then next sentence നോക്കിയേ. These people provide the knowledge and much of the energy by which organizational objectives are fulfilled. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? പേജ് നമ്പർ 12. ദേവിക 12 ആണ് കേട്ടോ. ഇന്ന് കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസമായതുകൊണ്ടാണ്, ഇന്ന് അവർക്ക് അവധിയാണ്, അല്ലെ? എറണാകുളം, ഇടുക്കി രണ്ടിടങ്ങളില് കളക്ടർ അവധി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ളവരൊക്കെയാണോ ഈ വൈകി കയറുന്നേ? പിള്ളേര് വീട്ടിലിരുന്നാൽ നമ്മുടെ പ്രോപ്പർ ആയിട്ട് പണിയൊന്നും നടക്കില്ല, അല്ലെ? രാവിലെ സ്കൂളിൽ പോകണേ രാവിലെ തന്നെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മള് നിങ്ങളുടെ 10:30 എന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രീ ആയില്ലേ? അവരെ ആ സ്കൂളിലേക്ക് അയച്ചാൽ വീട്ടിലിരിക്കുമ്പോ ഇരിക്കാൻ വൈകും, മറ്റുള്ള കാര്യങ്ങളൊക്കെ വൈകും, അല്ലെ? വേളാങ്കണ്ണി ഓക്കെ. ഇനി വെള്ളം കയറി എന്നാണോ കിട്ടത്? വെള്ളം കയറിയോ ദേവികയുടെ എവിടെയൊക്കെ? അതെ, ഓ വെള്ളം കയറി. ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നല്ലോ, അല്ലെ? ഇന്നലെ നല്ല കുറച്ച് ദിവസങ്ങളായിട്ട് മഴ തന്നെയാണ്, അല്ലെ? ഇവിടെ അതേ മഴയൊക്കെയാണ്. ഇവിടെ വെള്ളത്തിന്റെ അധികം പ്രശ്നമില്ല ഇപ്പൊ നിലവില്. ഓക്കെ, എന്തായാലും നമുക്ക് എളുപ്പമുള്ള കാര്യം കേട്ടോ ദേവിക, വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇനി നോക്കിയേ. These people provide the knowledge and much of the energy by which organizational objectives are fulfilled. അല്ലെ? ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് ഫുൾഫിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? അവരുടെ അറിവ്, അവരുടെ നോളജ്, അവരുടെ എനർജി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ശരിയല്ലേ? നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ എംപ്ലോയീസിന്റെയും അറിവും എനർജിയും പ്രയോജനപ്പെടുത്തുന്നു, അവര് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. fulfilled. The management must therefore be aware not only for the organizational but also employee and self needs. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. The management എന്ത് അവർ ശ്രദ്ധിക്കണം? എന്തിനെ കുറിച്ച് അവെയർ ആയിരിക്കണം? Not only for the organization. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിലെ ഒരു മാനേജ്മെന്റ് ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് മാത്രം അവെയർ ആയിരുന്നാ മതിയോ? ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് മാത്രം അവര് ചിന്തിച്ച് ഇരുന്നപ്പോ മതിയോ? അതിന്റെ എന്തും കൂടി അവര് നോക്കണം. ബട്ട് ഓൾസോ എംപ്ലോയ്, അവിടുത്തെ എംപ്ലോയീസിനെ പരിഗണിക്കണ്ടേ, അല്ലെ? എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ, അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് ആ ഒരു ഓർഗനൈസേഷൻ വിജയിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം ആ മാനേജ്മെന്റ്?
ആ ഓർഗനൈസേഷനെ കുറിച്ച് മാത്രം ഒരു അവയർനെസ് നിൽക്കാതെ എന്താണ് എംപ്ലോയീസിനെ കുറിച്ചും അവരുടെ ആവശ്യങ്ങളെ കുറിച്ചും എന്ത് ബോധവാന്മാരായിരിക്കണം. ക്ലിയർ ആയ സെന്റൻസ്? മാനേജ്മെന്റ് ഓർഗനൈസേഷനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, ആരെയും കൂടി പരിഗണിക്കണം, എംപ്ലോയീസിനെയും അവരുടെ ആവശ്യങ്ങളെ കുറിച്ചും അവര് ബോധവാന്മാരായിരിക്കണം. എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷൻ വിജയിക്കുള്ളൂ. ശരിയല്ലേ? ഇപ്പൊ ഞാൻ വലിയ വർക്ക് ചെയ്തു, എനിക്ക് അതിനുള്ള സാലറി ഇവിടെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയാകുമ്പോ നമുക്ക് മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന വർക്കില് എന്താ പറയാ, ഒരു ആത്മാർത്ഥത എനിക്ക് കാണിക്കാൻ പറ്റില്ല അല്ലെ? ഇല്ലേ? നമുക്ക് ഏത് പ്രൊഫഷനിലും അങ്ങനെയല്ലേ, നമ്മൾക്ക് അർഹിക്കുന്ന ഒരു ഇത് കിട്ടാം, നമ്മളെ ഒരു ഇതാക്കാം, എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ. എന്നാൽ നമ്മൾക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയാ, ഓൾറെഡി നമ്മൾ വർക്ക് ഫാസ്റ്റ് ആവുന്നു, എല്ലാ കാര്യങ്ങളും ഇതാവുന്നു, ആ ഒരു ഓർഗനൈസേഷൻ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഓർഗനൈസേഷന്റെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് എന്ത് പ്രധാനമാണ്, നമ്മുടെ മാനേജ്മെന്റ് ഓർഗനൈസേഷനെ കുറിച്ച് മാത്രം അവെയർ ആയാൽ പോരാ, ആരെ കുറിച്ചും കൂടി എംപ്ലോയീസിനെയും അവരുടെ ആവശ്യങ്ങളെ കുറിച്ചും ബോധവാന്മാരായിരിക്കണം. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. നെക്സ്റ്റ് നോക്കിയേ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ചലഞ്ചിങ് ജോബ് ഇൻ മാനേജിങ് ദ പീപ്പിൾ ബിക്കോസ് ഓഫ് ഡൈനാമിക് നേച്ചർ ഓഫ് ദ പീപ്പിൾ. കണ്ടോ, ഈ ആളുകളെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ടതും ഒരു ചലഞ്ചിങ് ജോബും ആണെന്നാ പറയുന്നത്. എന്തുകൊണ്ടാ? എല്ലാ ആളുകളും ഒരുപോലെ അല്ല, നമ്മൾ പറഞ്ഞില്ലേ, അവരുടെ ബിഹേവിയറിൽ വ്യത്യാസം ഉണ്ടാവും. ദെൻ ഡൈനാമിക് നേച്ചർ ഓഫ് ദ പീപ്പിൾ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചലനാത്മകമായ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന നേച്ചർ. അതുകൊണ്ട് തന്നെ എന്താണ്, അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബാണ്, ഒരു വെല്ലുവിളി നിറഞ്ഞതാണ് അല്ലെ? ഒരു മെഷീൻ ആണെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാം, പക്ഷെ അതുപോലെ ആളുകളെ ഹാൻഡിൽ ചെയ്യാന്ന് എളുപ്പം നടക്കുമോ? ഒരു മെഷീനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ചെയ്യും. ചിലപ്പോൾ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ പ്രവർത്തിക്കോളൂ. എന്നാൽ മനുഷ്യരെ അതേപോലെ നമ്മൾ പറയുന്ന പോലെ കൊണ്ടുവരാനും ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? അല്ലെ? ഒരു ചലഞ്ചിങ് ജോബ് തന്നെയല്ലേ അത്, ആളുകളെ മാനേജ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ മക്കളെ തന്നെ ആലോചിച്ച് വെക്കുക അല്ലെ? നമ്മുടെ മക്കളെ അങ്ങോട്ട് വല്ല വിഷയൻസ് ആണെങ്കിൽ നമുക്ക് അത് ഇതാക്കാം. എന്നാൽ നമ്മുടെ മക്കളെ ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ, എത്ര പറഞ്ഞാലും അത് കേൾക്കണേ, വായിക്കുന്ന നേരെ വെളുത്തി. ഇന്നിപ്പോ എല്ലാവരും ഇവിടെ ടിവിയുടെ മുമ്പിൽ കളിയിലൊക്കെ ആയിരിക്കും അല്ലെ കുട്ടികളൊക്കെ. ഇരുന്ന് രാവിലെ മുതൽ സ്കൂളിൽ ഇരുന്ന് പഠിക്കണമല്ലോ. ഏതെങ്കിലും കുട്ടികൾ ഇരിക്കണ്ടോ? എന്റെ മക്കൾ ഇരിക്കാതെ ആരെങ്കിലും ഇരിക്കുവോ? നമ്മുടെ വർക്കിംഗ് ടൈം ഇപ്പൊ ചില സ്കൂളിൽ 10 to 4, ചിലടത്ത് 9:45 to 4:15 ടൈമിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അവര് സ്കൂളിൽ ഇരുന്ന് പഠിക്കണവരെ 10 മണി മുതൽ 4 മണി വരെ ഒരു സ്ഥലത്തിരുന്ന് പഠിക്കും അവര് ഇല്ല അല്ലെ? അതായത് നമുക്ക് ആളുകളെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതും ചലഞ്ചിങ് ജോബുമാണ്. No two people are alike. No two people are alike. അതായത് രണ്ടാളുകൾ ഒരുപോലെയല്ല അല്ലെ? നോ, ഒരുപോലെ അല്ല. ടു പീപ്പിൾ ആളുകളെ ഇപ്പൊ 2 പേരുണ്ട് അല്ലെ? ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഐശ്വര്യനെയും ക്രിസ്ത്യന്തൂനെയും എടുക്കാണ്. 2 പേരുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കോ? അല്ല അല്ലെ? 2 പേരും അങ്ങനെ 2 പേരും ഒരുപോലെ അല്ല. People cannot operate like a machine or shifted and altered like a template in a room layout. ആളുകൾ നമുക്ക് മെഷീൻ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റുമോ? മെഷീനാണെങ്കിൽ ഒരു സ്വിച്ച് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ ചെയ്യുള്ളൂ. അവിടുന്ന് ഒരു ഇതില്ല അല്ലെ? വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടു, ഒരു സ്വിച്ച് ഇട്ടു, അത് കഴിഞ്ഞപ്പോ അത് അതിന്റെ ജോലി ചെയ്തോളും. പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല അല്ലെ? എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെന്നാൽ മതി. അതുപോലെ ഇപ്പൊ നമ്മൾ ഒരാളെ അവിടെ അടക്കാൻ നിർത്താണെങ്കിൽ അവർ അതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. അതായത് ഒരു മെഷീനെ പോലെ നമുക്ക് ആളുകളെ പ്രവർത്തിപ്പിക്കാൻ പറ്റൂല, അതാ പറഞ്ഞേക്കണേ അല്ലെ? പീപ്പിൾ കനോട്ട് ഓപ്പറേറ്റ് ലൈക്ക് എ മെഷീൻ. ഒരു മെഷീൻ പോലെയോ അല്ലെങ്കിൽ ടെംപ്ലേറ്റ് പോലെയോ. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോഡല്, ഒരു ടെംപ്ലേറ്റ് പോലെയോ അവരെ മാറ്റാൻ കഴിയില്ല. ഒരു റൂം ലേഔട്ടില് ഒരു ടെംപ്ലേറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു മെഷീൻ പോലെയോ അവരെ പ്രവർത്തിക്കാൻ പറ്റില്ല. അതായത് ഒരാളെ പോലെ, അതിന്റെ ഒരു മോഡല് പോലെ അത് ചെയ്തു അതുപോലെ തന്നെ എന്നുള്ള മീനിങ് ആണ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു മോഡല് ഒക്കെ പോലെ ഒരു റൂം ലേഔട്ടിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. Therefore they need a tactful handling by management personnel. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം അവിടെ? tactful എന്ന് പറഞ്ഞാൽ നയപരമായ
കൈകാര്യം ചെയ്യല്. അപ്പൊ എങ്ങനെ വേണം? They therefore need a tactful handling. ഒരു അവരോടൊരു നയപരമായിട്ട് കൈകാര്യം ചെയ്യണം. ആര്? ബൈ മാനേജ്മെന്റ് പേഴ്സണൽ. മാനേജ്മെന്റ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാട്ടോ. തൊഴിലാളിയാണ് അവിടെ. എംപ്ലോയി എന്നുള്ള ഒരു മീനിങ് ആണ് പേഴ്സണൽ. ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയോട്ടോ. ഈ പേഴ്സണൽ മാനേജർ ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളത് കേട്ടോ. പേഴ്സണൽസിന്റെ മാനേജ്മെന്റ്, തൊഴിലാളികളുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ തൊഴിലാളികളുടെ മാനേജർ. ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കോണം കേട്ടോ. PERSONEL ആണ് പേഴ്സണൽ. Manpower management is a most pivotal job because managing people is the heart and essence of being a manager. ഒരു മാനേജർ എന്ന നിലയിൽ ആളുകളെ, മാൻപവറിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പിവോറ്റൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ജോബാണ്. അല്ലെ? ആളുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമുക്കൊരു മാനേജർ ആയിട്ട് ഒരു പോസ്റ്റ് കിട്ടി, നമുക്ക് എന്താ പറയാ, ഒരു അപ്പൊ ഒരു ശരിക്കും ഒരു മനസ്സിൽ തട്ടി ഒരു മാനേജർ എന്ന് പറഞ്ഞ എന്താണ്? അല്ലെ? ഒരു മാനേജറിന്റെ പൊസിഷൻ കിട്ടിയത് കൊണ്ട് മാനേജർ ആവൂല, ഒരു ഫുള്ളി മാനേജർ ആവൂല അല്ലെ? ഒരു പൊസിഷൻ ശരിയാണ്, മാനേജർ ആണ്. പക്ഷെ എന്താ, ഒരു പൊസിഷൻ കിട്ടിയത് കൊണ്ട് മാത്രം അവിടെ മാനേജർ ആവണമെന്നില്ല. ആളുകളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഹൃദയത്തിൽ തട്ടി അവരെ ഒരു മാനേജർ എന്ന് പറയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Because the managing people is the heart and essence of being a manager. മാനേജറിന്റെ ഒരു ഹൃദയവും എസൻസുമാണ് ആളുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്. Then next നോക്കിയാൽ it is concerned with any activity that relates to human element or relation in organization. മനുഷ്യ ഒരു ഹ്യൂമൻ ഓർഗനൈസേഷൻ, ഒരു മനുഷ്യ ഘടകങ്ങളുടെയോ ഒരു സംഘടനയുടെ ഒരു റിലേഷൻ, ഒരു റിലേഷൻ ഇൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിലെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും ഇത് ബാധിക്കുന്നു. അതായത് ആളുകളെ ബാധിക്കുന്നു. ആളുകളെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു എന്താ പറയാ, ഒരു പിവോറ്റൽ, സുപ്രധാനമായിട്ടുള്ള ജോലിയാണ്. Unless the human element is taken into consideration, a business cannot succeed. And the human element ഇല്ലെങ്കിൽ ആ ബിസിനസ് എന്താണ്, ഒരിക്കലും വിജയത്തിലേക്ക് എത്തില്ല അല്ലേ? Human, unless the human element is taken into consideration, അതിനെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇത് കൊടുത്തില്ലെങ്കിൽ, കൺസിഡറേഷൻ കൊടുത്തില്ലെങ്കിൽ ആ ബിസിനസ് ഒരിക്കലും വിജയത്തിലേക്ക് എത്തില്ല. ഇപ്പൊ മാൻപവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആ വിജയത്തിന് ഏറ്റവും അനിവാര്യമായ അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് മാൻപവർ, അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അത് ചോദിക്കാം കേട്ടോ. അത് ഒന്ന് നോട്ട് ചെയ്യുക. പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്? ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, there are 3 standpoints. അവിടെ 3 പോയിന്റ്സിൽ അത് പറയുന്നത് കണ്ടോ. എന്തിനാണ് നമ്മൾ HRM-ന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്നത്? അവിടെ 3 പോയിന്റ്സ് കണ്ടോ. 3 സ്റ്റാൻഡേർഡ് പോയിന്റ്സിൽ HRM പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 3 കാര്യങ്ങൾക്ക് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ പേരുകൾ നോക്കിയേ? സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്. ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രാധാന്യം കൊടുക്കുന്ന എന്തിനൊക്കെയാ? സോഷ്യൽ സിഗ്നിഫിക്കൻസ്, സാമൂഹ്യമായ ഒരു സിഗ്നിഫിക്കൻസിന്, പ്രൊഫഷണൽ ആയിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള സിഗ്നിഫിക്കൻസ്, സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്. നോക്കിയേ, ഒന്നാമത്തെ സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞ എന്താണ്? Proper management of personnel increases their dignity. Dignity എന്ന് പറഞ്ഞാൽ അന്തസ്സ്. എങ്ങനെ? By satisfying their social needs.
by satisfying their social needs. എന്താ പറഞ്ഞേക്കണേ? അതായത് ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽസ്, ഒരു പേഴ്സണൽസ് എന്ന് പറഞ്ഞ തൊഴിലാളികൾ, അവരുടെ പ്രോപ്പർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ്, അതായത് അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയുള്ളത്, സോഷ്യൽ നീഡ്സ്, സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ അവരുടെ ഡിഗ്നിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് എന്താ, നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഇടയിൽ നല്ലൊരു പൊസിഷൻ കിട്ടുക അല്ലെ, നമ്മുടെ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കൂലേ, നമ്മുടെ അന്തസ്സ് വർദ്ധിപ്പിക്കൂലേ. ഞാൻ ഇന്ന ഓഫീസിൽ ഇന്ന സെക്ഷനിൽ വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഇന്ന ഒരു പൊസിഷനിൽ ഞാൻ ഇരിക്കാണ്, നമ്മുടെ എങ്ങനെയാ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കുന്നു അല്ലെ. മറ്റുള്ളവരുടെ ഇടയിൽ എന്താ, നമ്മുടേതായ ഒരു ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. അതായത് എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള ഈ മാൻ പവർ മാനേജ്മെന്റിലൂടെ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റിലൂടെ എന്താണ്, മാനേജ് ചെയ്യുന്നതിലൂടെ ആളുകളുടെ ഇടയിൽ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അതാണ് ഒന്നാമത്തെ, ഇൻക്രീസ് ദർ ഡിഗ്നിറ്റി. എങ്ങനെയാ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കുന്നേ, അതായത് അവരുടെ സോഷ്യൽ നീഡ്സിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ആ സോഷ്യൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അവരുടെ സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത്. കണ്ടോ, പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ സോഷ്യൽ നീഡ്സിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കുന്നു. അത് ഏതിൽ വരുന്നതാണ്, സോഷ്യൽ സിഗ്നിഫിക്കൻസിൽ വരുന്നതാണ്. ഒന്ന് നോട്ട് ചെയ്തോട്ടോ, ആ സെന്റൻസും ഒന്ന് നോട്ട് ചെയ്തോ. മനസ്സിലായില്ലേ? അവരുടെ എന്താണ്, ആ പേഴ്സണൽസിന്റെ സാമൂഹ്യമായിട്ടുള്ള ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ അന്തസ്സ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അതാണ് പ്രോപ്പർ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, രണ്ടാമത്തേൽ എന്താ നമ്മൾ പറയുന്നത്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. എങ്ങനെയാ, ബൈ ഫെസിലിറ്റേറ്റിംഗ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്, ഒരു നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രദാനം ചെയ്യുന്നു. ഇറ്റ് പ്രൊമോട്ട് ടീം വർക്ക് ഇൻ ദ എംപ്ലോയീസ്, ആ എംപ്ലോയീസിന്റെ ഇടയിൽ ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. അതാണ് പ്രൊഫഷണൽ, ഒരു പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് എന്താ, ഒരു നല്ലൊരു ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, നമ്മുടെ കോവർക്കേഴ്സ് ആയിട്ടുള്ള എല്ലാവരും നമ്മൾക്ക് നല്ല സപ്പോർട്ടാണ്, എല്ലാവരും നല്ലൊരു അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് അവിടേക്ക് ജോലിക്ക് പോകാൻ തോന്നൂല്ലേ അല്ലേ? ആ റിലേഷൻഷിപ്പിന്റെ പേരിൽ നമുക്ക് വീണ്ടും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലേ? എന്നാൽ നമ്മൾ അവിടെ ഒറ്റപ്പെടുത്താണ്, നമ്മളെ ഒരു മാറ്റി നിർത്തുന്നവരാണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ തോന്നൂല അല്ലെ? അതാണ് ഒരു നല്ലൊരു അന്തരീക്ഷം ഫെസിലിറ്റി സുഗമമാക്കുന്നതിലൂടെ ഒരു എംപ്ലോയീസിന്റെ ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. കണ്ടോ, അതാണ് പ്രൊഫഷണൽ. ആ പ്രൊഫഷണൽ പ്രാധാന്യം കൊടുക്കുന്നു. മനസ്സിലായില്ലേ? രണ്ടാമത്തത്, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു റിലേഷൻഷിപ്പിലൂടെ തന്നെ നമുക്ക് വീണ്ടും ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുന്നു അല്ലെ? അതായത് ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ, അത് ഇറ്റ് പ്രൊമോട്ട് ടീം വർക്ക്. ടീം വർക്കിനെ എങ്ങനെയാ, ഒരു നല്ലൊരു എൻവയോൺമെന്റ് പ്രദാനം ചെയ്ത് അതിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഒന്നാമത്തേൽ എന്താ പറഞ്ഞേ, ഡിഗ്നിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെ? അവരുടെ സോഷ്യൽ നീഡ്സ് സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഡിഗ്നിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഒന്നാമത്തേൽ എന്ത് അണ്ടർലൈൻ ചെയ്ത നമ്മള്, ഇൻക്രീസ് ദർ ഡിഗ്നിറ്റി, അവരുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നു. എങ്ങനെ? അവരുടെ സാമൂഹിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്. ക്ലിയർ ആയോ? ഒന്നാമത്തത് സോഷ്യൽ നീഡ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരുടെ ആവശ്യങ്ങൾ, സാമൂഹിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കുന്നു. ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത് നമ്മള്, ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെ? പ്രൊമോട്ട് ടീം വർക്ക്. എങ്ങനെ? ഒരു നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തു.
ക്ലിയർ ആയോ? രണ്ട് കാര്യം ക്ലിയർ ആയോ? അത്ര അണ്ടർലൈൻ ചെയ്തോ? പറഞ്ഞ കുഞ്ഞു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഓർമ്മയിലേക്ക് വരും. ആ സെന്റൻസ് തന്നെ തരും. എന്നിട്ട് അത് ഏതിൽ വരുന്നാണോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. പിന്നെ അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ എന്താ? സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്. ഈ വ്യക്തിഗത സംരംഭത്തിനുള്ള പ്രാധാന്യം എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ക്യാൻ ഹെൽപ് ദ ഓർഗനൈസേഷൻ ഇൻ ഫുൾഫില്ലിംഗ് ഇറ്റ്സ് ഗോൾസ്. ഒരു ഓർഗനൈസേഷൻ അതിന്റെ ഗോൾസ്, ലക്ഷ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെ? by creating a right attitude among the employees through effective motivation. ആ എംപ്ലോയീസിന് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് ഒരു അവർക്കിടയിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് ഫുൾഫിൽ ചെയ്യാൻ ആര്? ഈ നമ്മുടെ മാനേജ്മെന്റ്, പ്രോപ്പർ പേഴ്സണൽ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് കേട്ടോ. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരിൽ ഒരു ഉൾപ്രേരണ ഉണ്ടാക്കിക്കൊണ്ട്, അപ്പൊ എന്താ അവർക്ക് നല്ല മോട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എംപ്ലോയീസിന്റെ ഇടയിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ലേ? ആ ഒരു ഓർഗനൈസേഷനോട് നല്ലൊരു മനോഭാവം വരൂല്ലേ അവർക്ക്? അല്ലെ? നല്ല സ്ഥാപനമാണ്, നമുക്ക് ആവശ്യത്തിനുള്ള ഇത് മോട്ടിവേഷൻസ് തരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു നല്ല ശരിയായ ഒരു മനോഭാവം ഉണ്ടാവും. ആ മനോഭാവം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ ഗോൾസിനെ ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കുന്നു. അതാണ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്. അവിടെ ഇങ്ങനെ തരാം. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കിയേ. ദാറ്റ് ക്യാൻ ഹെൽപ് ദ ഓർഗനൈസേഷൻ ഇൻ ഫുൾഫില്ലിംഗ് ഇറ്റ്സ് ഗോൾ ബൈ ക്രിയേറ്റിംഗ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ എംപ്ലോയീസ് ത്രൂ effective motivation. അപ്പൊ എന്താണ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്? ഉണ്ട്. അത് മൂന്നും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് ഒരു ബോക്സ് ആണ് ഇവിടെ. പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എളുപ്പമാണ് കേട്ടോ. ഈ ബോക്സ് ഒന്ന് കമ്പാരിസനാ കൊടുത്തേക്കണേ. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? തൊഴിലാളികള്, അവിടുത്തെ എംപ്ലോയീസ് അല്ലെ, അവർക്കുടെ മാനേജ്മെന്റ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വൈഡാണ്. അതായത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് കൺസെപ്റ്റ്, പഴയ ഒരു രീതിയാണ്. ഇത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അതിന്റെ ഒരു ഇലാബറേറ്റഡ് ആയിട്ടുള്ളതാണ്, കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഡിഫറൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒന്നാമത്തെ നോക്കിയേ, പേഴ്സണൽ മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് മിഷ്യൻ ഓപ്പറേറ്റേഴ്സ്. ആർക്കുടെ മാനേജ്മെന്റ് ആണ്? മിഷ്യൻ ഓപ്പറേറ്റേഴ്സിന്റെ മാനേജ്മെന്റ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ്. ക്ലിയർ ആയോ? മിഷ്യൻ ഓപ്പറേറ്റേഴ്സിന്റെ മാനേജ്മെന്റ്. ഇനി നോക്കിയേ, ആരാ മിഷ്യൻ ഓപ്പറേറ്റേഴ്സ്? ഒരു ഓർഗനൈസേഷനിലെ ലോവർ ലെവൽ എംപ്ലോയീസ്, അവരാണ് മിഷ്യൻസുകൾ പ്രവർത്തിക്കുന്നത് അല്ലെ. മിഷ്യൻസുകളൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ലോവർ ലെവൽ എംപ്ലോയീസ് ആണ്. അല്ലാതെ അവിടുത്തെ ഏറ്റവും ഹെഡ് ആയിട്ട് അല്ലെങ്കിൽ മാനേജർ ആണോ അവിടുത്തെ മിഷ്യൻസ് കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്? ആണോ? ആരാണ് അവിടുത്തെ മിഷ്യൻസ് പ്രവർത്തിപ്പിക്കുന്നത്? ആരാ? ലോവർ ലെവലിലുള്ള എംപ്ലോയീസ് അല്ലേ? ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്, മിഷ്യൻസുകൾ പ്രവർത്തിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ എന്താ പറയുന്നത്? അവർക്കുടെ ഒരു മാനേജ്മെന്റ് ആണ് കണ്ടോ. മിഷ്യൻ ഓപ്പറേറ്റേഴ്സുമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ്. ക്ലിയർ ആയോ? ലോവർ ലെവൽ പേഴ്സണൽസിന്റെ മാനേജ്മെന്റ് കിട്ടിയില്ലേ? രണ്ടാമത് അപ്പുറം നോക്കി അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാം കേട്ടോ. കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്, ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ്. ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? തീരുമാനം എടുക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി ടോപ്പ് ലെവലിലുള്ള ആളുകളല്ലേ അല്ലേ തീരുമാനം എടുക്കുന്നത്? ഇനി എന്തെങ്കിലും ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വേണോ, ഇനി എന്തെങ്കിലും ട്രെയിനിങ്ങുകൾ വേണോ, പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണോ, എന്തെങ്കിലുമുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഹെഡ് ആയിരിക്കും അല്ലെ. ആ ഓർഗനൈസേഷന്റെ ഉയർന്ന ഹയർ ലെവലിലുള്ള ആളുകളല്ലേ തീരുമാനം എടുക്കുന്നത്. അപ്പം ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? HRM എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ നമ്മൾ എന്താ പേഴ്സണൽ മാനേജ്മെന്റ് എങ്ങനെ പറഞ്ഞത്? ലോവർ ലെവൽ പേഴ്സണൽസിന്റെ മാനേജ്മെന്റ്. ക്ലിയർ ആയോ? ഫസ്റ്റ് ആ റോ ക്ലിയർ ആയോ? ഓക്കെ, ഫസ്റ്റ് ക്ലിയർ ആണെങ്കിൽ രണ്ടാമത്തെ നോക്കാം നമുക്ക്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? യെസ്, ഓക്കെ അല്ലേ? ലോവർ ലെവൽ പേഴ്സണൽസിന്റെ മാനേജ്മെന്റ്, അതായത് മിഷ്യൻ ഓപ്പറേറ്റേഴ്സിന്റെ മാനേജ്മെന്റ്. ഇപ്പുറത്തെ എന്താണ്? ഡിസിഷൻ മേക്കേഴ്സിന്റെ അല്ലെ, ഡിസിഷൻ മേക്കേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഡിസിഷൻ എടുക്കുന്ന ആരാണ്?
ഏറ്റവും ഇപ്പൊ താഴത്തെ ഏറ്റവും ലോവർ എംപ്ലോയി ആണോ ട്രെയിനിങ് വേണോ പുതിയ എംപ്ലോയീസിനെ എടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്? അതായത് ഓർഗനൈസേഷൻ ഏറ്റവും ടോപ്പിലുള്ളവരായിരിക്കും അതൊക്കെ തീരുമാനിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഡിസിഷൻ മേക്കേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത് നോക്കിയേ, പേഴ്സണൽ മാനേജ്മെന്റിന് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ഇതൊന്നും പ്രത്യേക നോട്ട് ചെയ്യണം കേട്ടോ. അത് ഏത് മാനേജ്മെന്റ് ആണെന്ന് ചോദിക്കുക കേട്ടോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ പണ്ടൊക്കെ, ഇപ്പൊ ഒന്നും അധികമില്ല. യൂണിയനൊക്കെ ഇല്ലേ ഒരു ഓർഗനൈസേഷൻ? യൂണിയനൊക്കെ അല്ലെ, കുറെ ആളുകള് എംപ്ലോയീസ് ഒക്കെ കൂടി അവർക്കിടേതായ ഒരു യൂണിയൻ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവര് പറയല്ല ചെയ്യുന്നത് അല്ലെ, ആ യൂണിയനിൽ അവതരിപ്പിക്കും. എന്നിട്ട് യൂണിയനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു അവര് കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത്. യൂണിയൻ ഉണ്ട് അല്ലെ. അപ്പൊ ഒരു മാനേജ്മെന്റും യൂണിയനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മാനേജ്മെന്റും ട്രേഡ് യൂണിയൻ തമ്മിലുള്ള മാനേജ്മെന്റ്. അപ്പുറത്ത് നോക്കി ആരൊക്കെ തമ്മിലുള്ളതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ആ രണ്ട് വേർഡ്സ് നമ്മൾ HRM പഠിക്കുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കണം. എംപ്ലോയർ. എംപ്ലോയർ ആരാണ് എംപ്ലോയർ എന്ന് പറയുന്ന? തൊഴിലുടമ അല്ലേ? സ്റ്റാഫുകളൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ആള് അല്ലെ, തൊഴിലുടമയാണ്. ഇതിന്റെ ഹെഡ് അല്ലെങ്കിൽ തൊഴിലുടമയാണ് എംപ്ലോയർ എന്ന് പറയുന്നത്. എംപ്ലോയി ആരാ? EMPLOYEE. എംപ്ലോയീസ് ആരാ? തൊഴിലാളികള്, ലേബേഴ്സ് അല്ലെ, തൊഴിലാളികള്. അപ്പൊ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ആരൊക്കെ തമ്മിലാണ്? മാറിപ്പോരുതേ, എക്സാമിൽ ചോദിക്കും. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. മനസ്സിലായില്ലേ? തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അവിടെ ആരൊക്കെ തമ്മിലായിരുന്നു? മാനേജ്മെന്റും ട്രേഡ് യൂണിയൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അടുത്ത് മൂന്നാമത്തെ നോക്കിയേ, മൂന്നാമത്തെ റോ മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ലോവർ ലെവലിലുള്ള ഏറ്റവും താഴെക്കിടയിലുള്ള സ്റ്റാഫിന്റെ മാനേജ്മെന്റ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഇവിടെ എന്താ? മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ ഓഫ് സ്റ്റാഫ്. എല്ലാ സ്റ്റാഫിന്റെയും, അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ കുറെ സ്റ്റാഫുകൾ ഉണ്ടല്ലേ, ഏറ്റവും ബോട്ടം ലെവൽ മുതൽ കുറെ പോയി ഏറ്റവും ടോപ്പ് ലെവൽ വരെയുള്ള ആളുകളുണ്ട്, സ്റ്റാഫുകൾ ഉണ്ടല്ലേ. എല്ലാവർക്കിടെയും മാനേജ്മെന്റ് ആണ് ഇത് HRM എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ ഓഫ് സ്റ്റാഫ്. എല്ലാ സ്റ്റാഫിന്റെയും എല്ലാ ലെവലിലുമുള്ള സ്റ്റാഫിന്റെയും മാനേജ്മെന്റ് ആണ് HRM. ക്ലിയർ ആയോ? ഡിഫറൻസ് ഓക്കെ ആണോ? അടുത്ത് നോക്കിയേ, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പഴയ ഒരു കോൺസെപ്റ്റ് ആണ്, പഴയ ഒരു ആശയം. എന്താ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും താഴെക്കിടയിലുള്ളവരെ, ലോവർ ലെവലിലുള്ള ആളുകളെ മാത്രം മാനേജ് ചെയ്താൽ മതിയോ? അപ്പൊ ഹയർ ലെവലിലുള്ളവരെയൊക്കെ നോക്കണ്ടേ? എല്ലാ സെക്ഷനിലുള്ള സ്റ്റാഫുകളെ നോക്കണ്ടേ? അതുകൊണ്ട് തന്നെ അതെന്താ ഒരു ഓൾഡ് കോൺസെപ്റ്റ് ആണ്, ഒരു പഴയാണ്. ഒരുപാട് ലെവലിലുള്ള ആളുകളെ ശരിക്കും നമ്മൾ മാനേജ് ചെയ്യണം അല്ലെ. അതായത് ബോട്ടം ലെവൽ മുതൽ ടോപ്പ് ലെവൽ വരെയുള്ള ആളുകളെ മാനേജ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ പേഴ്സണൽ മാനേജ്മെന്റിൽ പറയുന്ന എന്താണ്? ഓൾഡ് കൺസെപ്റ്റ്. അതായത് അവര് ലോവർ ലെവലിലുള്ള ആളുകളെ മാത്രമേ മാനേജ് ചെയ്യുന്നുള്ളൂ അല്ലെ. അതാണ് ഓൾഡ് കൺസെപ്റ്റ്. ഇവിടെ ഏതാ? ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് അല്ലെ. അതായത് ഇപ്പൊ എല്ലാവരെയും നോക്കുന്നുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓറിയന്റഡ് ആണ് അല്ലെ. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാലഘട്ടത്തിലാണ്. കുറെ ആളുകൾ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഹാൻഡിൽ ചെയ്യണം, ബോട്ടം ലെവൽ ടു ടോപ്പ് ലെവൽ. അതാണ് ഇത് ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓൾഡ് കോൺസെപ്റ്റ് ആണ്. ഇന്ന് എല്ലാ സ്പെല്ലിങ്ങും മനസ്സിലാക്കി പഠിച്ചു വെക്കണം കേട്ടോ. പേഴ്സണൽ എന്നുള്ളത് ഇനി അതെ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. പേഴ്സണൽ വ്യക്തി എന്നുള്ള PRSONAL എന്ന് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. 1-2 പേര് അത് തെറ്റിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലാളികളുടെ മാനേജ്മെന്റ്. പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ ആരാണ്? എംപ്ലോയീസ് ആണ്, തൊഴിലാളികളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ ബോക്സ് ഇനി പറയണ്ടല്ലോ. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. നമുക്ക് കുറച്ച് ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഡെഫിനിഷൻ നോക്കിയേ. പേഴ്സണൽ മാനേജ്മെന്റ്, ഇത് കോമൺ ആയിട്ട് പേഴ്സണൽ മാനേജ്മെന്റിന് കൊടുത്തേക്കുന്ന ഡെഫിനിഷനാണ്. അതായത് ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണ്ട,
ആരും ഡെഫിനേഷൻ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. നമ്മള് എക്സാമിന് നമുക്ക് വാട്ട് ഈസ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല. ഒക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് എന്താന്ന് ചോദിക്കും. ഇപ്പൊ ഡാഷ് ഇസ് ദ സ്റ്റേറ്റസ് ഓഫ് മാനേജ്മെന്റ്, അങ്ങനെ ആ സെന്റൻസ് തന്നാൽ അത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ട് കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ നോക്കിയേ. പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദ സ്റ്റേറ്റസ് ഓഫ് മാനേജ്മെന്റ് വിച്ച് carries out the effective control and the use of manpower as distinguished from other source of power. എന്താ പറഞ്ഞേക്കുന്നത്? is carry out the effective control and the use of manpower. അതൊന്ന് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. മാൻപവറിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മാൻപവറിനെ മാക്സിമം യൂസ് ചെയ്യുക, അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താ ചെയ്യണേ? എന്താണ്? ക്യാരി ഔട്ട് ഇഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻപവർ. മാൻപവറിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ, സ്റ്റാഫിനെ ഒക്കെ ഫലപ്രദമായി കൺട്രോൾ ചെയ്തുകൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെഫിനിഷൻ എന്താ പറഞ്ഞിരിക്കണേ? മറ്റുള്ള സോഴ്സുകളിൽ നിന്ന്, സോഴ്സ് ഓഫ് പവർ കണ്ടോ, മറ്റുള്ള ആ സോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി മാൻപവറിന്റെ ഫലപ്രദമായിട്ടുള്ള കൺട്രോൾ, നിയന്ത്രണവും ഉപയോഗവും നടപ്പിലാക്കുന്ന മാനേജ്മെന്റിന്റെ ഒരു സ്റ്റേജ് ആണ്. കേട്ടോ, ഇറ്റ്സ് ദ സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഒരു സ്റ്റേജ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ്. അത് എന്താണ് ചെയ്യുന്നത്? മാൻപവറിനെ കൺട്രോൾ ചെയ്യുന്നു, ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാനേജ്മെന്റ്. അത്രയാണ് അണ്ടർലൈൻ ചെയ്ത് വെച്ച സെന്റൻസിൽ. carry out the effective control and use of manpower. കിട്ടിയോ ഡെഫിനിഷൻ? ഓക്കെ അല്ലേ? രണ്ടാമത്തെ നോക്കിയേ. അതിനകത്തെ നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്നും ശ്രദ്ധിച്ചോട്ടോ. ടെക്സ്റ്റില് ഇത് ഓരോ വ്യക്തികളും രണ്ട് പേരെയാ പറഞ്ഞേക്കുന്നത്. അവര് ഈ പേഴ്സണൽ മാനേജ്മെന്റിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണ്. അത് നോക്കിയേ. എഡ്വിൻ എന്നാണ് കേട്ടോ. EDWIN. എഡ്വിൻ ഫ്ലിപ്പോ എന്നാണ്. FLIPPO. ടെക്സ്റ്റ് ചിലർക്കിടയിൽ ചിലപ്പോ ആയിരിക്കാം കേട്ടോ. ചിലർക്കിടയില് ചിലപ്പോ എന്താ പറയാ, ശരി കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒന്ന് നോക്കിയ സ്പെല്ലിംഗ് ഒന്ന്. എഡ്വിൻ ആണ്. EDWIN. എഡ്വിൻ ഫ്ലിപ്പോ. FLIPPO ആണ് കേട്ടോ. ഫ്ലിപ്പോ. കറക്റ്റ് ചെയ്തു എല്ലാവരും? കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. അപ്പോ എഡ്വിൻ ഞാനിവിടെ ഷെയർ ചെയ്തേക്കണതിൽ തെറ്റായിട്ടൊക്കെ എടുക്കണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. എഡ്വിൻ ഫ്ലിപ്പോ ഈ പേഴ്സണൽ മാനേജ്മെന്റിന് കൊടുത്ത ഡെഫിനിഷൻ ആണ്. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്ലാനിങ്. എന്താ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? പ്ലാനിങ് ആണ്, ആസൂത്രണമാണ്, ഓർഗനൈസിംഗ് ആണ്, ദെൻ ഡയറക്റ്റിംഗ് ആണ്, കൺട്രോളിംഗ് ആണ്, അല്ലെ? കൺട്രോളിംഗ് ഓഫ് പ്രൊക്യൂർമെന്റ് ഒരു സംഭരണമാണ്, ഡെവലപ്മെന്റ് ആണ്, കോമ്പൻസേഷൻ ആണ്, integration, സംയോജനം, and maintenance ആണ്, separation of human resources to end that individual or to move the individual. എങ്ങനെ? organizational and social objectives are fulfilled. എന്താ? ഒരു ഇൻഡിവിജ്വൽ ആയിട്ടോ ഒരു വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെയോ സോഷ്യൽ ഒബ്ജക്റ്റീവ് സാമൂഹിക ലക്ഷ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടി, ഫുൾഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഈ പേഴ്സണൽ എന്താ പറയാ എംപ്ലോയീസിന്റെ അല്ലെ ഈ പേഴ്സണൽസിന്റെ പ്ലാനിങ്. ഇനി മുകളിലേക്ക് വരാം കേട്ടോ. ഒരു മാൻപവറിന്റെ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിന്റനൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതാണ് എന്തെന്ന് പറയുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇച്ചിരി വലിയൊരു ഡെഫിനിഷനാണ്. എന്തിനു വേണ്ടിയാ? ഒരു ഇൻഡിവിജ്വൽ സാമൂഹികമായിട്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെയോ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് സാമൂഹികമായ ലക്ഷ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ പ്ലാനിങ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഹ്യൂമൻ റിസോഴ്സിനെ ആസൂത്രണം ചെയ്യണം, അത് സംഘടിപ്പിക്കണം, ഡയറക്റ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, പ്രൊക്യൂർമെന്റ് സംഭരിക്കണം, ഡെവലപ്മെന്റ് ചെയ്യണം, കോമ്പൻസേഷൻ ചെയ്യണം, ഇന്റഗ്രേഷൻ സംയോജനം നടത്തണം, മെയിന്റനൻസ് നടത്തണം, സെപ്പറേഷൻ നടത്തണം. എന്തിനെ? ഹ്യൂമൻ റിസോഴ്സിനെ. എന്തിനു വേണ്ടി? സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി. ആ ഒരു പ്രവർത്തനമാണ് ഏത്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡാഷ് ഈസ് ദ പ്ലാനിങ്, ഓർഗനൈസിങ് അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഏതാലോ? എഴുതാൻ പാടില്ലേ?
പേഴ്സണൽ മാനേജ്മെന്റ്. ഇനിയും ഒരു കാര്യം ചോദിക്കാം, ഇത് ആര് കൊടുത്ത ഡെഫിനിഷൻ ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ആ രണ്ട് തീയതിയിലും അത് പഠിച്ചു വെക്കാം. ഇത് ആര് കൊടുത്തതാണ് പേഴ്സണൽ മാനേജ്മെന്റിന്, ആര് കൊടുത്ത ഡെഫിനിഷൻ ആണ്? അക്കോർഡിംഗ് ടു ഡാഷ്, അക്കോർഡിംഗ് ടു എഡ്വിൻ ഫ്ലിപ്പോ. Personal states that the personal management is the planning. അപ്പൊ അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞാൽ അവിടെ ചോദിക്കും. അപ്പൊ ആ പേരും പഠിച്ചു വെക്കണം. ഡാഷ് ഈസ് എന്നുള്ള അത് അങ്ങനെ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലിയർ അല്ലേ അത്? ഇനി പറയണ്ടല്ലോ. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാൻ പവറിനെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ ഈ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്തുന്നതാണ് അല്ലെ, അതാണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഇനി നോക്കി ഒരാളും കൂടി അവിടെ പറയണ്ട. ആരാണൊക്കെ? ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻ ഡൺ. അതും ഒന്ന് കറക്റ്റ് ആണോ നോക്കിയോ കേട്ടോ. സ്റ്റീഫൻ ഡൺ ആണ് കേട്ടോ. STEPHEN, സ്റ്റീഫൻ ഡൺ ആണ്. DUNN. ഡൺ ആൻഡ് സ്റ്റീഫൻസ് എന്നല്ലാതെ കേട്ടോ. അത് ചിലപ്പോ നിങ്ങളുടെ കറക്റ്റ് അല്ലേ കിടക്കണേ? മറ്റത് കറക്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എന്താ പറയണേ? സ്റ്റീഫൻ ഡൺ എന്നാ പറയണേ. അപ്പൊ സ്റ്റീഫൻ ഡൺ എന്ന് പറഞ്ഞു, എന്നാ ഞാനും ഒരു ഡെഫിനേഷൻ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് സ്റ്റീഫൻ ഡൺ അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ? ഇത്രയും വലുതാക്കിയില്ല, കുറച്ചും കൂടി ആ ഡെഫിനേഷൻ അദ്ദേഹം ഷോർട്ട് ചെയ്തു, കുറച്ച് കാര്യങ്ങളാക്കി ഒതുക്കി. പക്ഷെ വലിയ കാര്യം പറയുന്നേ എന്താ നോക്കിയേ? പേഴ്സണൽ മാനേജ്മെന്റ് അക്കോർഡിംഗ് ടു സ്റ്റീഫൻ ഡൺ, ദ പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്. അട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആകർഷിക്കുക. ഹോൾഡിങ്, ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പിടിച്ചു നിർത്തുക. മോട്ടിവേറ്റിംഗ്, ആളുകൾക്ക് മോട്ടിവേഷൻ, പ്രചോദനം കൊടുക്കുക. പീപ്പിൾ ദാറ്റ് ഇൻവോൾവ്സ് ഓൾ മാനേജേഴ്സ്, ലൈൻ ആൻഡ് സ്റ്റാഫ്. ലൈൻ സ്റ്റാഫുകള് അല്ലെ, അതായത് എന്താ പറഞ്ഞേക്കുന്നത്? എല്ലാ സ്റ്റാഫും, അതാട്ടോ ലൈൻ സ്റ്റാഫ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ മാനേജേഴ്സിന്റെയും സ്റ്റാഫിന്റെയും പങ്കാളിത്തത്തോടു കൂടി, എല്ലാ മാനേജേഴ്സിന്റെയും സ്റ്റാഫിന്റെയും പങ്കാളിത്തത്തോടു കൂടി തന്നെ ആളുകളെ അട്രാക്ട് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് ഈ സ്റ്റീഫൻ ഡൺ പേഴ്സണൽ മാനേജ്മെന്റ് പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തത്: അട്രാക്ടിങ്, ഹോൾഡിങ്, മോട്ടിവേറ്റിംഗ്. കിട്ടിയ? അട്രാക്ടിങ്, ഹോൾഡിങ്, മോട്ടിവേറ്റിംഗ് പീപ്പിൾ. അതാണ് എന്തെന്ന് പറയുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അറിയാം, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്. ആ രീതിയിൽ ചോദിച്ചാൽ എഴുതാലോ. അപ്പൊ അവിടെ അദ്ദേഹം 3 കാര്യങ്ങളെയാണ് അല്ലെ. അപ്പൊ ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ അതാണ് അവിടെ പേഴ്സണൽ മാനേജ്മെന്റ് ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അട്രാക്ടിങ്, ഹോൾഡിങ്, മോട്ടിവേറ്റിംഗ് പീപ്പിൾ അല്ലെ, അതാണ് എന്ത് പറയുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ അതാണ് പേഴ്സണൽ മാനേജ്മെന്റ്. അവിടെ പേഴ്സണൽ മാനേജ്മെന്റ് ഉണ്ടാകും. അതാണ് സ്റ്റീഫൻ ഡണ്ണിന്റെ ഒപ്പീനിയൻ പേഴ്സണൽ മാനേജ്മെന്റ്. ഇനി നോക്കി, അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിനെ ഒന്നുകൂടി ഫോഴ്സ് ചെയ്ത് പറഞ്ഞേക്കാം. നോക്കി, അട്രാക്റ്റിംഗ് പീപ്പിൾ. എങ്ങനെയാണ് ആളുകളെ അട്രാക്ട് ചെയ്യുന്നത്? എങ്ങനെ അട്രാക്ട് ചെയ്യാം? നിങ്ങൾ ചിലപ്പോ ഒരു സ്ഥാപനത്തിലേക്ക് ജോലി ചെയ്യാൻ നിങ്ങൾ എന്താ പറയാ അട്രാക്ട് ചെയ്യുന്ന ഏതൊക്കെ രീതിയിലൂടെ അട്രാക്ട് ചെയ്യാൻ പറ്റും ആളുകളെ? എങ്ങനെ അട്രാക്ട് ചെയ്യാം? എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത്? സാലറി കൊടുക്കാം അല്ലെ, നല്ല സാലറി പറയാണ്, ആളുകൾ അട്രാക്റ്റഡ് ആവൂലേ? അവിടെ ഇന്ന് വേക്കൻസി ഉണ്ട്, ഹൈലി നല്ല സാലറി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഓഫർ ചെയ്യുകയാണെങ്കിൽ, അപ്പൊ നല്ല സാലറി ഓഫർ ചെയ്യുകയാണെങ്കിൽ ആളുകൾ അങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആണ് അല്ലെ. ആ ഒരു ഓർഗനൈസേഷനിൽ പോകാൻ അവര് എന്താ പറയാ ഒരു തയ്യാറാണ് അല്ലെ. പിന്നെ എങ്ങനെയാ? ബൈ ഓഫറിംഗ് സ്യൂട്ടബിൾ മോണിറ്ററി. ഇത് മണി എന്നുള്ളതാണ് കേട്ടോ. മണി സാലറി ആണ് അത് കേട്ടോ. suitable salary കൊടുത്ത നോൺ മോണിറ്ററി റിവാർഡ്സ്. നോൺ മോണിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? സാലറി അല്ലാതെ കാര്യങ്ങൾ കൊടുക്കൂലേ? ഒരു ഓഫീസിൽ നിങ്ങൾക്കൊക്കെ ചിലപ്പോ അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ടാവും. എന്ത് ചെയ്യും? എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആയിട്ട് ചിലപ്പോ വർഷത്തിൽ എല്ലാ വർഷവും ഒരു ടൂർ കൊണ്ടുപോകാം അല്ലെ. ESI എല്ലാ വർഷത്തിലും ഒരു ടൂർ പറയാണ്. അതെന്താ? നോൺ മോണിറ്ററി ആണ്, പൈസ സാലറി ആയിട്ട് കൊടുക്കുന്നതല്ല. അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ആ പ്രോഫിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഓഫർ ചെയ്യാം അല്ലെ. വാഷിംഗ് മെഷീൻ, എല്ലാ എംപ്ലോയീസിനും ഓരോ വാഷിംഗ് മെഷീൻ കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു TV കൊടുക്കാം. അത് സാലറിയിൽ വരുന്നല്ല. സാലറി അല്ലാതെ മറ്റുള്ള ബെനിഫിറ്റ്സ് കൊടുക്കാം അല്ലെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൽ അട്രാക്റ്റഡ് ആവില്ലേ?
അല്ലേ? നമുക്ക് അവിടെയൊക്കെ അതേ നല്ല ഇതുണ്ട്. അവിടെ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല എല്ലാ വർഷവും നമുക്ക് ട്രിപ്പ് പോവാം, നമുക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറയാം, അല്ലേ? അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഓഫർ ചെയ്തുകൊണ്ട് ആളുകളെ അട്രാക്ട് ചെയ്യാം. ക്ലിയർ ആയോ? രണ്ടാമത് നോക്കിയേ, ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ്. ഇനി അവരെ ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു ഓർഗനൈസേഷനിൽ പിടിച്ചു നിർത്തുന്നത് എങ്ങനെയാ? ബൈ ഇംപ്രൂവിംഗ് ദ വർക്ക് എൻവയോൺമെന്റ്. അവിടുത്തെ വർക്ക് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട്, അല്ലെ? ആ ഒരു തൊഴിൽ അന്തരീക്ഷം ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ആളുകളെ പിടിച്ചു നിർത്താം. വി ക്യാൻ ഹോൾഡ് ദ എംപ്ലോയി, അല്ലെ? ഇംപ്രൂവിംഗ് വർക്ക് എൻവയോൺമെന്റ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു സൗകര്യം ഇല്ല, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം ശരിയല്ല, എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ തോന്നൂല, അല്ലെ? എന്നാൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു എല്ലാ ഫെസിലിറ്റികള്, നല്ലൊരു എൻവയോൺമെന്റ്, ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ, അത് ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ തന്നെ നിൽക്കാൻ തോന്നും, എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ ആ രീതിയിൽ ആളുകളെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് എന്താ പറഞ്ഞ, മോട്ടിവേറ്റിംഗ് ആണ്, അല്ലെ? ആളുകളെ ഇങ്ങനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും by following progressive practices and human policies to create personal satisfaction to the employees. എങ്ങനെയാ? പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കൺസിഡർ ചെയ്തുകൊണ്ട്, ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ പറ്റും, അല്ലെ? അതായത് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ആളുകളുടെ സംതൃപ്തി, പേഴ്സണൽസിന്റെ, അല്ലെ? അവിടുത്തെ ആളുകളുടെ സംതൃപ്തി ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെ? അതിന് ഒതുക്കുന്ന രീതിയിലുള്ള ഹ്യൂമൻ പോളിസികള് അവിടെ കൊടുക്കാം. അതായത് ആളുകളുടെ ഇതും കൂടി നോക്കണം. അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ നയങ്ങള് നമ്മൾ ഒരു അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണെങ്കിലോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടോ? നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് പറ്റില്ല, അല്ലെ? അതായത് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കണക്കിലെടുത്തുകൊണ്ട് അതിന് ഒതുങ്ങുന്ന രീതിയിലുള്ള പോളിസികൾ ഫ്രെയിം ചെയ്തുകൊണ്ട് അത് ഫോളോ ചെയ്ത് നമുക്ക് അത് പ്രാക്ടീസ് ചെയ്താൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? അങ്ങനെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയും കൂടി കണക്കിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹ്യൂമൻ പോളിസികള് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട്, അത് ഫോളോ ചെയ്ത്, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അത് 3 കാര്യങ്ങൾ ഒന്നുകൂടി അവിടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞേക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇന്നെടുത്ത അത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദ്യം കുറച്ച് നമ്മള് എന്താ പറയാ, ആദ്യത്തെ ഈ സെക്ഷനിൽ കുറച്ച് പാരഗ്രാഫ് ആയിട്ടാണ് കിടക്കുന്നത്. അത് നിങ്ങൾ പാരഗ്രാഫ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടത് നോക്കുക. പിന്നെ അടുത്ത 3 ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താ? 3 സ്റ്റാൻഡേർഡ് പോയിന്റിലാണ് അത് നിൽക്കുന്നത്. ഏതാ? സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, സോഷ്യൽ സാമൂഹികമായിട്ടുള്ള പ്രാധാന്യമുണ്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രാധാന്യമുണ്ട്, സിഗ്നിഫിക്കൻസ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്, വ്യക്തിഗത സംരംഭത്തിലുള്ള പ്രാധാന്യമുണ്ട്. പിന്നെ നമ്മൾ 2 ബോക്സാ പഠിച്ചത്, അല്ലെ? പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, എന്തൊക്കെയാണെന്ന് അത് ക്ലിയർ ആയി. പിന്നെ നമ്മൾ നോക്കിയത് ഡെഫിനിഷൻ ആണ്, പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ. ആദ്യത്തെ എന്താണ്? ഒരു കോമൺ ആയിട്ട് പേഴ്സണൽ മാനേജ്മെന്റിന് കൊടുത്ത ഡെഫിനിഷനും, പിന്നെ 2 വ്യക്തികൾ ആരൊക്കെയാണെന്നു? എഡ്വിൻ ഫ്ലിപ്പോയും സ്റ്റീഫൻ ഡണ്ണും പേഴ്സണൽ മാനേജ്മെന്റിന് കൊടുത്ത ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പൊ രണ്ടാമത്തെ നമ്മൾ ആ 3ാമത്തെ ഇതില് സ്റ്റീഫൻ ഡൺ കൊടുത്ത ഡെഫിനിഷനിൽ ഫോക്കസ് ചെയ്ത 3 കാര്യങ്ങളാണ്, അല്ലെ? അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ പീപ്പിൾ, അല്ലെ? അത് 3ആണ് വീണ്ടും എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇന്നെടുത്ത അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നിങ്ങൾ ഓക്കെ എസ് ഒക്കെ അടിക്കുമ്പോഴാണ് ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് പോകുന്നത്. എല്ലാവർക്കും ക്ലിയർ ആവണമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ, ഒന്നുകൂടി പറയണമെങ്കിലൊക്കെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിടാം കേട്ടോ. അല്ലാതെ വേറൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ തമ്മിലില്ല. നമ്മൾ ആകെ മെസ്സേജിലൂടെ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഷെയർ ചെയ്തിട്ട് നോക്കി പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ചിലപ്പോൾ എങ്ങാനും ആരെങ്കിലും മിസ്സാവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഓൾമോസ്റ്റ് എല്ലാം ഞാൻ നോക്കുന്നുണ്ട്. എങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്നുകൂടി പറഞ്ഞു കേട്ടോ. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ആൻഡ് ക്വാളിറ്റീസ് ഓഫ് പേഴ്സണൽ മാനേജറിന്റെ. അത് കുറെ ഇതുപോലെ തന്നെ പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് ക്വാളിറ്റീസിൽ പറഞ്ഞത് ഏത്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുന്നത് ഏത്? ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണൽ മാനേജർ. പേഴ്സണൽ മാനേജറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പേഴ്സണൽ മാനേജർ എന്ന് പറഞ്ഞാൽ ആരാ? തൊഴിലാളികളുടെ മാനേജർ, അതാണ് കേട്ടോ.
തൊഴിലാളികളുടെ മാനേജറാണ്. പേഴ്സണൽ മാനേജറിന് വേണ്ട സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു.